കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് പാലക്കാട്ടെ ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘം രാഹുലിനെ സന്ദർശിച്ചു. രാഹുലിനെ പാലക്കാട്ടേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിൽ ചർച്ചയായി. രാഹുലിന്റെ അടൂരിലെ വീട്ടിലെത്തിയാണ് നേതാക്കൾ സന്ദർശിച്ചത്. തുടർച്ചയായി സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ, വിവിധ സാമൂഹിക മാധ്യമങ്ങളിലെ ചാറ്റുകൾ, ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും നിയമസഭയിൽ വരെ രാഹുലിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും രാഹുലിനെ പിന്തുണയ്ക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള നേതാക്കളാണ് രാഹുലിനെ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷിന്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘം ഇന്നലെ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. 1 മാസത്തോളമായി മണ്ഡലത്തിലേക്ക് വരാതെ നിൽക്കുന്ന രാഹുലിനെ തിരികെ കൊണ്ടുവരുന്നതും അഥവാ BJPയുടെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ സംരക്ഷണം തീർക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കളുടെ സന്ദർശനത്തിൽ ചർച്ചയായി. എന്നാൽ സൗഹൃദ സന്ദർശനം മാത്രമാണ് നടത്തിയത് എന്നാണ് നേതാക്കൾ പറയുന്നത്. ഒരു മാലിന്യ സംസ്കാര കേന്ദ്രം പാലക്കാട് വന്നാൽ അത് പാലക്കാട്ടെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ ആവശ്യം നിയമസഭയിൽ ആരോപിക്കാനായി, ആ ആവശ്യം ഉന്നയിക്കാനായി ഞങ്ങൾ അദ്ദേഹത്തെ പാലക്കാട്ടെ MLA എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സമീപിച്ചാണ്. ദീർഘകാലത്തെ ഒരു ആവശ്യമായിരുന്നു. നമ്മുടെ മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ച ഈ സുന്ദരൻ കോളനിയിലെ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് കൈവശ രേഖ ഉണ്ടെങ്കിലും പട്ടയമില്ല. അത് ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഒരുപാട് പോരാട്ടം നടത്തിയിട്ട് അതിനൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതിപ്പോൾ രാഹുൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തിയും മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുള്ളൊരു കാര്യം കൂടി, ആ വിഷയം കൂടി ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്നലെ MLA സമീപിച്ചത്. മണ്ഡലത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്ന് രാഹുലിനെ അറിയിച്ചുവെന്നും നേതാക്കൾ പറഞ്ഞു. കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്, ഒരു പരാതിക്കാരിയില്ലാത്ത കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ് എന്ന് ഈ പാലക്കാട് ടൗണിൽ ഞങ്ങളെല്ലാ വീടുകളിലും ഗൃഹസമ്പർക്കമായി നടന്നുകൊണ്ട് MLA വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ നാളെ മറ്റന്നാളെ വരുന്നു പറയുന്നു കേട്ടു. വരുമായിരിക്കാം. അതിനിടെ പാലക്കാടെത്തിയ സിനിമാ താരവും കോൺഗ്രസുകാരനുമായ രമേശ് പിഷാരടി MLA എന്ന നിലയിൽ രാഹുൽ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് പറഞ്ഞു. അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന്. ജാഗ്രത പുലർത്താവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങളും നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കാൻ വേട്ടയാടല് പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടപ്പെടും. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കൾ MLAയുടെ വീട്ടിൽ രഹസ്യ സന്ദർശനം നടത്തിയതിൽ പാലക്കാട് DCC നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. വിഷയം ഉടൻ KPCCയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് DCCയുടെ നീക്കം. കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ പക്ഷത്തു നിന്നുള്ള പാലക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയും രാഹുൽ പാലക്കാടെത്തിയാൽ സംരക്ഷണമൊരുക്കുമെന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ശരിയല്ല എന്ന വിമർശനവും ഉന്നയിച്ചിരുന്നു. ജനം, പാലക്കാട്.